ഹായ് ഗായ്സ്, എല്ലാവർക്കും അജിഷ് ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു NHS നേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റുകളെ പറ്റിയാണ്. 2022 ജൂണിലാണ് NHSൽ ജോയിൻ ചെയ്തത്. ഫ്രീ റിക്രൂട്ട്മെൻറ്റ് വഴിയാണ് ഞാൻ UK-ലെത്തിയത്. ഫ്രീ റിക്രൂട്ട്മെൻറ്റ് എന്ന് കൂടുതൽ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതിയ എല്ലാ എക്സാമിൻ്റെ ഫീസും ഞാൻ ജോയിൻ ചെയ്ത ട്രസ്റ്റ് എനിക്ക് റീഫണ്ട് ചെയ്തു. അതായത് NMC മുതൽ NMC, CBT, OET ആൻഡ് OSCE. ആദ്യമായിട്ട് നമുക്ക് OSCE എക്സാമിനെ പറ്റി നോക്കാം. എനിക്ക് 6 വീക്സ് ഫ്രീ ട്രെയിനിങ് ആണ് ട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്ത്. അതിനുശേഷം അവർ തന്നെ OSCE എക്സാം ചെയ്തതിന് വേണ്ടിയുള്ള ഡേറ്റും അതിനുള്ള ഫീസ് എല്ലാം അവരാണ് ബുക്ക് ചെയ്യുകയും അതിനുള്ള പേയ്മെൻ്റ് എല്ലാം ചെയ്തത്. ഞാൻ എക്സാം എഴുതിയത് നോർത്തേൺ അയർലൻഡിലാണ്. അങ്ങോട്ടേക്ക് പോകുന്ന നമ്മൾ ഫ്ലൈറ്റ് വഴിയാണ് നമ്മൾ നോർത്തേൺ അയർലൻഡിൽ പോയത്. അതെല്ലാം അറേഞ്ച് ചെയ്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ, എയർപോർട്ടിൽ പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ, ഹോട്ടലിലുള്ള അക്കോമഡേഷൻ, അവിടെ ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്ത ട്രസ്റ്റ് തന്നെയാണ്. ഏകദേശം 1 ലക്ഷം രൂപയാണ് OSCE എക്സാമിൻ്റെ ഫീസ്. നമ്മൾ അങ്ങോട്ടേക്ക് പോയത് ഫ്ലൈറ്റിലാണ് പോയത്. ലിവർപൂൾ ടു നോർത്തേൺ അയർലൻഡാണ് പോയത്. അങ്ങോട്ടേക്ക് പോകേണ്ട ഹോസ്റ്റൽ, ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റൽ ക്രൂവിലായിരുന്നു. ആ ക്രൂവിൽ നിന്ന് ലിവർപൂൾ വരെയും അവർ നമുക്കൊരു വണ്ടി അറേഞ്ച് ചെയ്തു തന്നു. അതിനുശേഷം അവിടുന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് എക്സാം സെൻറ്ററിലേക്ക് അവർ വീണ്ടും വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രീമിയർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് അവർ നമുക്ക് അക്കോമഡേഷനും ഫുഡും എല്ലാം അറേഞ്ച് ചെയ്തിരുന്നത്. 1 ദിവസത്തെ സ്റ്റേ ആണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് അവിടെയെല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം എക്സാം എല്ലാം കഴിഞ്ഞ് സെയിം ട്രാൻസ്പോർട്ടേഷൻ തിരിച്ചും നമുക്ക് ഹോസ്റ്റലിലേക്ക് ഉണ്ടായിരുന്നു. പിന്നീട് ഇനി പറയാനുള്ളത് നമ്മുടെ ഇനിഷ്യൽ അക്കോമഡേഷനെ കുറിച്ചാണ്. 6 വീക്സ് നമുക്ക് ഫ്രീ അക്കോമഡേഷൻ ആയിരുന്നു. അക്കോമഡേഷനെ പറ്റി പറയാൻ നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും സിംഗിൾ റൂം വിത്ത് ബാത്ത് അറ്റാച്ച്ഡ് റൂംസ് ആയിരുന്നു അവരെല്ലാവർക്കും അറേഞ്ച് ചെയ്തിരുന്നത്. ആ റൂമിലാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിരുന്നു. നമുക്കൊരു ഹോസ്റ്റൽ അക്കോമഡേഷൻ ആയിരുന്നു. ഹോസ്റ്റലിൽ എത്തി തന്നെ ഒരു വെൽക്കം ബാക്ക് അവർ നമുക്ക് തന്നിരുന്നു. വെൽക്കം ബാക്കിനകത്ത് നമുക്ക് ഒരു ഗിഫ്റ്റ് വൗച്ചർ, ഏകദേശം ഇന്ത്യൻ രൂപ 1500 രൂപ വരുന്ന ഒരു വൗച്ചറും പിന്നെ ഒരു ഫ്രീ സിം കാർഡും നമുക്ക് ഹോസ്റ്റലിൽ അവർ നമുക്ക് റെഡി ആക്കി ഒരു പാക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുവൈറ്റിൽ നിന്ന് ഡയറക്റ്റ് UK-ലേക്കാണ് വന്നത്. അപ്പോൾ നമുക്ക് കുവൈറ്റ് തൊട്ട് UK വരെയുള്ള ഫ്ലൈറ്റ് ചാർജ് എല്ലാം ഫ്രീ ആയിരുന്നു. ഇനി കരിയർ ഡെവലപ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും കൂടുതലായിട്ട് പഠിക്കാനൊക്കെ ആഗ്രഹമൊക്കെ ഉള്ള ആൾക്കാർക്ക് ട്രസ്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതിന് വേണ്ട ഒരു ഇൻ്റർവ്യൂ ഒക്കെ അവർ കണ്ടക്ട് ചെയ്യും. ആ ഇൻ്റർവ്യൂവിനകത്ത് നമ്മൾ പാസ്സാവുകയാണെങ്കിൽ, അതായത് അനുയോജ്യരായവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ സപ്പോർട്ടും ഗൈഡൻസും, അത് ഫിനാൻഷ്യലി സപ്പോർട്ടും ട്രസ്റ്റ് ചെയ്യും. അതായത് അവരൊരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് വേണ്ടി സീറ്റ് കണ്ടെത്തി അതിനാവശ്യമായുള്ള പൈസയും അവർ തന്നെ ചെയ്യുന്നത്. അതായത് കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ട്രസ്റ്റ് വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതിനുവേണ്ടി ഉള്ള ഫീസും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ട്രസ്റ്റ് തന്നെയാണ്. നമുക്ക് അതിന് വേണ്ട ട്രെയിനിങ്, അതായത് നമ്മുടെ തിയറി നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതിൻ്റെ പ്രാക്ടിക്കൽസ് നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ചെയ്യാം. നമ്മളൊരു ട്രസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാൻഡേറ്ററി ട്രെയിനിങ്സ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ദിവസമാണ് നമ്മൾ ഈ ട്രെയിനിങ്ങിന് പോകുന്നതെങ്കിൽ ആ ദിവസം നമുക്ക് ഓഫായിട്ട് അവർ തരും. അതുപോലെ നമുക്കൊരു ഓഫുള്ള ദിവസമാണ് നമ്മൾ ഇതുപോലെ ട്രെയിനിങ്ങിന് പോകുന്നതെങ്കിൽ ആ ദിവസം നമുക്ക് ഓവർ ടൈമായിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് തരും. അല്ലെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഓഫ് അവർ നമ്മുടെ ഓഫിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ ഒരു വളരെ വലിയ നല്ല കാര്യമാണ്. പിന്നെ പറയാൻ ലീവിൻ്റെ കാര്യം പറയാനാണ്. ഒരുപാട് ലീവുകളാണ് NHSൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ആദ്യമായിട്ട് പറയാനാണെങ്കിൽ മെറ്റേണിറ്റി ലീവ് ഏകദേശം 1 വർഷത്തോളം മെറ്റേണിറ്റി ലീവ് ഉണ്ട്. നമ്മൾ മെറ്റേണിറ്റി ലീവ് എടുക്കുമ്പോൾ ആദ്യത്തെ 6 മാസം നമുക്ക് ഫുൾ പേയ്മെൻറ്റും പിന്നീടുള്ള 6 മാസം നമുക്ക് കുറച്ച് പൈസ നമുക്ക് നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത് ഫുൾ പേയ്മെൻറ്റ് കിട്ടത്തില്ല. കുറച്ചാണ് നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാലും അത് 1 വർഷത്തെ ലീവ് കിട്ടുക എന്നുള്ളൊരു വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ സിക്ക് ലീവ് 6 എപ്പിസോഡ് 1 വർഷത്തിൽ നമുക്ക് എടുക്കാം. ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ 6 ഡേയ്സ് ആണ്. അപ്പോൾ നമ്മൾ ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 36 ദിവസം 1 വർഷം നമുക്ക് സിക്ക് ലീവ് എടുക്കാൻ പറ്റും. ഇനി ഇൻ കേസ് നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ 2-3 മാസം നമുക്ക് കണ്ടിന്യൂസ് സിക്ക് ലീവോ വേണമെങ്കിൽ നമ്മൾ GPയുടെ അടുത്ത് പറഞ്ഞ് ലെറ്റർ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സാലറിയോട് കൂടി അത്രയും ദിവസം നമുക്ക് സിക്ക് ലീവ് എടുക്കാവുന്നതാണ്.
ഇതുകൂടാതെ കെയറർ ലീവ്, കമ്പാഷനേറ്റ് ലീവ്, അങ്ങനെ ഒരുപാട് ലീവുകളാണ് NHSലുള്ളത്. ഞാൻ എൻ്റെ ഫാമിലിയെ UK കൊണ്ടുവരാൻ വേണ്ടി എന്നെ ട്രസ്റ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സാം എല്ലാം പാസ്സായി കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ HR മെയിൽ അയച്ച് ചോദിച്ചാൽ മതി, നമുക്കിങ്ങനെ ഫാമിലിയെ കൊണ്ടുവരണം, അതിനുള്ള പേപ്പറുകൾ റെഡിയാക്കി തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 2 days അവർ നമുക്ക് പേപ്പറുകളെല്ലാം നമുക്ക് റെഡിയാക്കി തരും. ബ്ലൂ ലൈറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. അത് NHSൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളൊരു കാർഡാണ്, ഒരു ഡിസ്കൗണ്ട് കാർഡാണ്. അത് അക്സെപ്റ്റ് ചെയ്യുന്ന കടകളിലൊക്കെ പോയി നമ്മൾ സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വളരെ വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാവുന്നതാണ്. എല്ലാ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തും ആ ഹോസ്പിറ്റലിൽ തന്നെ ഡേ കെയർ പോലെയുള്ള സെൻറ്ററുകളുണ്ട്. നമുക്ക് കുട്ടികളെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ആക്കിയിട്ട് പോന്നാൽ മതി. തിരിച്ചു വരുമ്പോൾ കുട്ടികളെ നമുക്ക് കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കോൺടാക്റ്റ് ചെയ്യുമോ, നമ്മുടെ നമ്പർ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് നമ്മളെ വിളിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത് എംപ്ലോയി അവാർഡാണ്. എല്ലാ വർഷവും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എംപ്ലോയി ഓഫ് ദ ഇയർ, അതുപോലെ എംപ്ലോയി ഓഫ് ദ മന്ത് എല്ലാവരും തിരഞ്ഞെടുക്കും. ഇതൊക്കെ നല്ലൊരു മോട്ടിവേഷനാണ്. അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു നല്ലൊരു മോട്ടിവേഷനാണ് അത്. ഇനി പേയ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ വീക്കെൻഡ്, നൈറ്റ്, അതുപോലെ ഹോളിഡേയ്സ് ഇവയിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHSൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ്. നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡോക്ടറിൻ്റെ പുറകെ നടക്കുന്ന ഒരു നേഴ്സ്, അല്ലെങ്കിൽ ഫയലുമായിട്ട് ഓടി നടക്കുന്ന ഒരു നേഴ്സ്, അതൊക്കെയാണ് നമ്മുടെ ഒരു ആൾക്കാരുടെ മനസ്സിൽ ഉള്ളൊരു ചിത്രം ഒരു നേഴ്സിനെ പറ്റി. പക്ഷേ ഇവിടെ NHSൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇവിടെ ഡോക്ടേഴ്സിന് എന്തെങ്കിലും ഒരു ഫയലോ എന്തെങ്കിലും പേപ്പർ എടുക്കണം, അവർ പോയി ആ പേഷ്യൻറ്റിൻ്റെ ഫയലോ റിസൾട്ടോ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളും. നമ്മളാരും അതിൻ്റെ പുറകെ നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എല്ലാ സ്ഥലവും. അപ്പോൾ ആർക്കും ആരുടെയും ഡിപ്പെൻഡായിട്ട് റിസൾട്ട് നോക്കേണ്ട കാര്യം, എല്ലാവർക്കും ID-യും പാസ്വേഡും ഉണ്ട്. പേഷ്യൻ്റെ ഡീറ്റെയിൽസും ഹോസ്പിറ്റൽ നമ്പറും എടുത്ത് കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു NHS നേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ. ഇതുകൂടാതെ ആനുവൽ ലീവ്, ഹോളിഡേ ആൻഡ് ഓഫുള്ള ദിവസങ്ങളിൽ നമുക്ക് ഓവർ ടൈം ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യവും NHS ഹോസ്പിറ്റലിലുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക് യു.